ഈ സിനിമ ആരംഭിക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. പേടിച്ചരണ്ട് അവൾ എവിടെയോ പെട്ടുപോയിരിക്കുകയാണ്. നന്നായിട്ട് കരയുന്നുണ്ട് അവൾ ഇരിക്കുന്ന സ്ഥലം ഇരുട്ടുള്ള റൂമാണ്. അവളെ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ അവളുടെ അടുത്തുകൂടെ എന്തൊക്കെ ഇഴയുന്ന ശബ്ദം കേൾക്കാം. അങ്ങനെ അവൾ മുകളിലേക്ക് നോക്കി ഇങ്ങനെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി, ആരെങ്കിലും രക്ഷിക്കൂന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആരും തന്നെ അങ്ങോട്ട് വരുന്നില്ല. ഈ സമയം അവൾ അവളുടെ ഫോൺ എടുത്തു. എന്നാൽ ഫോണിനാണെങ്കിൽ റേഞ്ചും ഇല്ല. അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്തോ ഒരു സാധനം വന്നിട്ട് അവൾ അവിടെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇനിയിപ്പോൾ അവൾ ഇരുന്ന സ്ഥലം എവിടെയാണ്? അത് കാടിന്റെ ഏതോ ഒരു മൂലയിലാണ്. ഇപ്പോഴും ആ കാട്ടിൽ നിന്നും അവളുടെ നിലവിളി കേൾക്കാം. ഇനി നമുക്ക് ഈ സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. രണ്ട് കപ്പിളാണ്. അവരിപ്പോൾ മെക്സിക്കോയിൽ ഒരു ട്രിപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഇപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിലാണ് ഇരിക്കുന്നത്. ഇതിൽ കസേരയിൽ ഇരിക്കുന്ന ബനിയൻ ഇട്ടവനെ കണ്ടില്ലേ, ഇവന്റെ പേര് ജെഫ്. അപ്പൊ അവനോട് സംസാരിക്കുന്ന ഈ പെണ്ണിന്റെ പേര് സ്റ്റേസി. ഇവിടെ കിടക്കുന്ന ഈ പെണ്ണിനെ കണ്ടില്ലേ, ഇവളാണ് ഈ ജെഫിന്റെ ഗേൾഫ്രണ്ട്. ഇവളുടെ പേര് എമി. ഇപ്പൊ സ്റ്റേസിയുടെ അടുത്തേക്ക് ചുരുണ്ട മുടിയുള്ള ഒരുത്തം വന്നു. ഇവനാണ് സ്റ്റേസിയുടെ ബോയ്ഫ്രണ്ട് എറിക്. ഇനിയിപ്പോ ഈ എമിയെ സ്റ്റേസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബോയ് ഫ്രണ്ട്സിനെ ഇവർ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എമി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ ഒരു കമ്മല് കാണുന്നില്ല. എല്ലാവരും കൂടെ ഇപ്പൊ അത് സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എവിടെയൊക്കെ തെരഞ്ഞിട്ടും ആ കമ്മല് കിട്ടിയില്ല. അവക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്മലുമായിരുന്നു. അവസാനം അവർ ആ തെരച്ചിലൊക്കെ മതിയാക്കി. ആ പൂളിലെങ്ങാനും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ അവർ സംസാരം തുടങ്ങുമ്പോഴാണ് വേറൊരുത്തൻ അങ്ങോട്ട് വരുന്നത്. അവന്റെ കയ്യിൽ ആ കമ്മലുണ്ടായിരുന്നു. ഇവന്റെ പേര് മത്തിയാസ്. ഇവനൊരു ജർമ്മൻകാരനാണ്. ഇപ്പൊ അവൻ ആ കമ്മല് കൊണ്ട് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവർക്കും അവനോട് വലിയ കാര്യമായി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ പരിചയപ്പെടുകയും ചെയ്തു. നീ ഒറ്റയ്ക്കാണോ വന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ മത്തിയാസ് പറയുന്നത്, അല്ല, എന്റെ കൂടെ എന്റെ ബ്രദർ ഉണ്ടായിരുന്നു. ഹെൻറിച്ച് എന്നാണ് അവന്റെ പേര്. അവന്റെ ഗേൾഫ്രണ്ട് ഒരു പുരാവസ്തു ഗവേഷകയാണ്. അതുകൊണ്ട് 2-3 ദിവസം മുമ്പ് അവർ രണ്ടുപേരും കൂടെ ഒരു മായൻ ടെമ്പിൾ അന്വേഷിച്ചു പോയിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ ഗൈഡുകളുടെ മാപ്പിൽ പോലും അങ്ങനെ ഒരു അമ്പലത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. അതും അന്വേഷിച്ചാണ് അവർ പോയിരിക്കുന്നത്. മത്തിയാസ് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, മായൻ ടെമ്പിളോ ഈ പരിസരത്തോ? ഞങ്ങൾക്ക് അതുപോലത്തെ കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഒരു സംഭവം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ എന്നൊരു സങ്കടമാണ് ഞങ്ങൾക്ക്. അവരങ്ങനെ പറഞ്ഞപ്പോൾ മത്തിയാസ് പറയുന്നത്, എന്നാ പിന്നെ നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാം. ഞാൻ രാവിലെ തന്നെ എന്റെ ബ്രദറിനെ അന്വേഷിച്ച് പോകാൻ നിൽക്കായിരുന്നു. ഇപ്പൊ നിങ്ങളും കൂടെ ഉണ്ടല്ലോ, നമുക്ക് അടിച്ചു പൊളിച്ചു പോവാം. മത്തിയാസ് അത് പറഞ്ഞപ്പം എല്ലാവരും അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ സമയം രാത്രി. ജെഫും കൂട്ടരും ഇപ്പൊ ബീച്ചിന്റെ സൈഡിലിരിക്കുകയാണ്. ഇപ്പൊ ഫ്രണ്ട്സായ സ്ഥിതിക്ക് അവരുടെ കൂട്ടത്തിൽ തന്നെ മത്തിയാസ് ഇരിപ്പുണ്ട്. സംസാരിക്കുന്നതിനിടയിൽ നല്ല രീതിയിൽ അവർ മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം എമ്മി ആണെങ്കിൽ അടിച്ച് നല്ല ഫിറ്റാണ്. അതുകൊണ്ട് അവൾ ഇപ്പൊ ഒരു ഡാൻസിന് വേണ്ടി ജെഫിനെ ക്ഷണിച്ചു. എന്നാൽ അവൻ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുമില്ല. അതിനിടയിലാണ് ആ മത്തിയാസിന്റെ 2-3 ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നത്. അവന്മാരും നല്ല ഓളത്തിലാണ്. അതിലൊരുത്തിന്റെ കയ്യിൽ ഒരു കുപ്പി മദ്യം ഉണ്ടായിരുന്നു. അത് കണ്ടതും എമി അത് മേടിച്ചു കുടിച്ചു. അതോടുകൂടെ കിറങ്ങി അവൾ താഴേക്ക് വീണു. അത് കണ്ട് ജെഫ് വേഗം തന്നെ ചെന്ന് അവൾ എഴുന്നേപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ എഴുന്നേക്കുന്നില്ല. എനിക്ക് ഇവിടെ തന്നെ കിടന്നാൽ മതി എന്നാണ് അവള് പറയുന്നത്. അതേക്കുമ്പോൾ, എന്നാ പിന്നെ നീ ഇവിടെ കിടന്നോ, ഞാൻ റൂമിലേക്ക് പോവാന്നും പറഞ്ഞിട്ട് ജെഫ് അവിടുന്ന് പോയി. എന്നാൽ ജെഫ് അവിടുന്ന് പോയിട്ടും അവൾ നല്ല ഡാൻസിന്റെ മൂഡിലാണ്. അതുകൊണ്ട് അവൾ ഇപ്പൊ മത്തിയാസിനെ എഴുന്നേപ്പിച്ചു. ഏട്ടാ അവനുമായിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ആ ഡാൻസ് അതിരുവിട്ട് അവൾ അവനെ കിസ് ചെയ്യുന്നതായപ്പോൾ സ്റ്റേസി എഴുന്നേറ്റ് ചെന്നിട്ട് എമി അവിടുന്ന് പിടിച്ചു മാറ്റി. അതോടുകൂടെ ഇന്നത്തെ അവരുടെ പാർട്ടി അവസാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജെഫ് ഇപ്പം ആ ബീച്ച് സൈഡിൽ ജോഗിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ജോഗിങ് ഒക്കെ കഴിഞ്ഞ് അതിലെ നടക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേര് അടിച്ച് ഫിറ്റായി അവിടെ കിടപ്പുണ്ട്. തലേദിവസം അവർ റൂമിലേക്ക് പോലും പോയിട്ടില്ല, ഇവിടെ തന്നെയാണ് കിടന്നത്. അവന്മാരെ ഒന്ന് നോക്കിയതിന് ശേഷം ജെഫ് നേരെ പോയത് റെസ്റ്റോറന്റിലേക്കാണ്. ഈ സമയം അവിടെ ഒരു ടേബിളിലായിട്ട് മത്തിയാസ് ഇരിപ്പുണ്ട്. അവന്റെ ഒരു ഫ്രണ്ടായ ദിമിത്രി ഇരിപ്പുണ്ട്. ഇന്നാണല്ലോ അവർ ആ മായൻ ടെമ്പിൾ അന്വേഷിച്ചു പോകുന്നത്. അതിന്റെ ഒരു റൂട്ട് മാപ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മത്തിയാസിന്റെ കൂടെ ഈ ദിമിത്രിയും വരുന്നുണ്ട്. അതാണെന്ന് ജെഫ് പറയുന്നത്, എന്ന് നിങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. എമ്മി എഴുന്നേറ്റിട്ടില്ല, ഞാൻ വേഗം ചെന്നിട്ട് അവളെ കുത്തിപ്പോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ജെഫ് വേഗം റൂമിലേക്ക് പോയി. ഈ സമയം തന്നെ എറിക്കിന്റെ റൂമിലാണെങ്കിൽ എറിക്കും സ്റ്റേസിയും ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളൂ. ഇനിയിപ്പോൾ അവർക്ക് വേഗം റെഡി ആവണം. ജെഫിന്റെ റൂമിലാണെങ്കിൽ അവൻ കുളിച്ച് റെഡിയായി. പക്ഷെ എമിക്കാണെങ്കിൽ തലേ ദിവസം ഹാങ് ഓവർ കാരണം നല്ല പണി കിട്ടി. അവൾക്ക് തീരെ വയ്യ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോന്നും പറഞ്ഞിട്ട് അവൾ ബെഡിലേക്ക് കയറി കടന്നു. എന്നാൽ അത് കാണുന്ന ജെഫ് അവൾ ഒരുപാട് നിർബന്ധിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകെ കിട്ടിയ ഒരു അവസരമാണത്. ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? നീ അതിനെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് അവിടെ ചെന്നിട്ട് കിടല ഫോട്ടോസ് ഒക്കെ എടുക്കാം. നീ ഒന്ന് റെഡിയായേ. എന്നിട്ട് അവള് കേൾക്കുന്നില്ല. അവസാനം അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് ജെഫ് പറയുമ്പോൾ അവൾ വരാമെന്ന് സമ്മതിച്ചു. ഈ സമയത്താണ് വാതിലൊരു മുട്ട് കേട്ടത്. വാതിൽ ഉടന്നു നോക്കിയപ്പോൾ എറിക്കും സ്റ്റേസിയും റെഡിയായി വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ബസ്സിൽ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി. അവിടെ ഇറങ്ങിയതിന് ശേഷം മത്തിയാസ് അവന്റെ ഫോൺ എടുത്തിട്ട് അവന്റെ ബ്രദറിനെ വിളിച്ചു. അത് കോള് കണക്ട് ആവുന്നില്ല. ഇനിയിപ്പോൾ എത്ര ദൂരം അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ മത്തിയാസ് പറയുന്നത് 18 കിലോമീറ്റർ പോകണം. അതിന് നമുക്കൊരു ടാക്സി വിളിക്കേണ്ടി വരുന്നതാണ്. അതിനിടയിൽ എമി ആണെങ്കിൽ അവിടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ട്. അത് വെച്ചിട്ട് അവിടുത്തെ പിള്ളേരുടെ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മത്തിയാസും കൂട്ടരും ഒരു ടാക്സി കണ്ടെത്തി. അതൊരു ചെറിയ ട്രക്കാണ്. അവരതിന്റെ ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ കയ്യിൽ ഒരു മാപ്പ് എടുത്തു. എന്നിട്ട് ഈ സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് എന്ന് അയാളുടെ അടുത്ത് പറഞ്ഞു. ആ സ്ഥലം കണ്ടപ്പോൾ അയാൾ പറയുന്നത്, അയ്യോ വേണ്ട, ഇങ്ങോട്ടൊന്നും പോരുത്, ഇത് ചീത്ത സ്ഥലമാണ്, നിങ്ങളെ ഞാൻ പിരമിഡുകൾ കാണിക്കാൻ കൊണ്ടുപോകാം എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ അവർക്കാണെങ്കിൽ ആ സ്ഥലത്തേക്ക് തന്നെ പോകണം. അതിനവർ കുറച്ചുകൂടെ കാശ് ഓഫർ ചെയ്തു. കാശ് കണ്ടപ്പോൾ അയാൾ പോകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ വേഗം തന്നെ എല്ലാവരും ആ ട്രക്കിലേക്ക് കയറി. അതിനെ തുടർന്ന് അവർ ആ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്.
അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരൊരു കാട്ടിന്റെ ഉള്ളിലേക്ക് എത്തി. ഇവിടം വരെ ട്രക്ക് വരുള്ളൂ, അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി. അങ്ങനെ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം കാശും മേടിച്ചിട്ട് ആ ട്രക്കുകാരൻ അവിടുന്ന് പോയി. അത് കാരണം എമി ചോദിക്കുന്നത്, അയാൾ പോയാലെങ്ങനെയാ, നമ്മളെങ്ങനെ പിന്നെ തിരിച്ചു പോകും? അതേക്കെന്ന് ജെഫ് പറയുന്നത്, അയാളുടെ കാർഡ് എന്റെ കയ്യിലുണ്ട്, നമുക്ക് ആവശ്യം വരുമ്പോൾ അയാളെ വിളിച്ചാൽ മതി എന്നാണ്. അതിന് ഈ കാട്ടിൽ റേഞ്ച് കിട്ടോ എമി പിന്നെയും ചോദിച്ചു. അതിന് മറുപടി പറയുന്നത് മത്യാസാണ്. എന്റെ കയ്യിൽ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ട്, അത് വെച്ചിട്ട് വിളിച്ചാൽ കിട്ടും. ഈ സമയം തന്നെ അവിടെ ഒരു ജീപ്പ് കിടപ്പുണ്ട്. അത് ഈ മത്യാസിന്റെ ബ്രദറിന്റെ ജീപ്പാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം എല്ലാവരും അവിടെ നടക്കാൻ തുടങ്ങി. ആ മാപ്പ് നോക്കിക്കൊണ്ട് ഏറ്റവും പുറകിലാണ് മത്യാസ് നടക്കുന്നത്. ആ കാട്ടിനകത്തൂടെ നടക്കുന്ന സമയം എമി വെള്ളമടിച്ച് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ അവരവിടെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ അവളത് വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. ഈ സമയം ഏറ്റവും പുറകിലാണ് എമിയും മത്യാസും നടക്കുന്നത്. എമി ഇപ്പൊ മത്യാസിനോട് ചോദിക്കുന്നത് ഇനി എത്ര ദൂരം ഉണ്ടെന്നാണ്. അതേക്കുമ്പോൾ ഇവിടെ അടുത്തായിട്ട് ഒരു അരുവിയുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇടത്തോട്ട് പോയാൽ മതി. എന്നാൽ പോകുന്ന വഴിക്ക് മായന്മാരുടെ ഒരു വില്ലേജ് ഉണ്ട്, നമ്മൾ അവിടേക്കാണ് ചെന്ന് പെടുന്നതെങ്കിൽ നമുക്ക് വഴി തെറ്റിയെന്നാണ് അർത്ഥം എന്നാണ് മത്യാസ് പറയുന്നത്. അങ്ങനെ കുറച്ചുകൂടെ നടന്ന് അവരിപ്പോൾ അരുവിയുടെ അടുത്തേക്ക് എത്തി. ഈ അരുവിയുടെ തൊട്ടടുത്താണ് ആ മായൻ ടെമ്പിൾ ഉള്ളത്. പക്ഷെ അങ്ങോട്ടുള്ള വഴി മാത്രം അവർക്ക് മനസ്സിലായിട്ടില്ല. തീരെ തളർന്നുകൊണ്ട് കുറച്ച് സമയം അവരവിടെ റെസ്റ്റ് ചെയ്തു. അവരുടെ കയ്യിലായിട്ട് കുപ്പികളിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ദാഹിക്കുന്നവരൊക്കെ ആ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിൽ ആ ദിമിത്രി ആണെങ്കിൽ ഷർട്ടൊക്കെ ഊരിയിട്ട് റെഡിയായി. അങ്ങനെ വെള്ളം കുടിച്ചോണ്ട് നിൽക്കുന്ന സമയത്താണ് അപ്പുറത്തെ പാറയുടെ മുകളിലായിട്ട് ഒരു കാര്യം അവർ കണ്ടത്. 2 കുട്ടികൾ അവരിവരെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ കുട്ടികളെ കണ്ടപ്പം സ്റ്റേസി അവർക്ക് നേരെ കൈ കാണിച്ചു. എന്നാൽ കുട്ടികളാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവർ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം തന്നെ മത്യാസ് ആണെങ്കിൽ അവിടെ താഴെ ഇരുന്ന് ആ മാപ്പിൽ വഴി നോക്കുകയായിരുന്നു. അതിനിടയിലാണ് അവന്റെ ഇടതുഭാഗത്തായിട്ട് ഒരു കാര്യവും കണ്ടത്. അവിടെ കുറെ ചെടികൾ കുഴിച്ചിട്ടിരിക്കുന്നു. അത് കുഴിച്ചിട്ടിട്ട് അധിക സമയമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് അവൻ ആ ചെടികളൊക്കെ മാറ്റി. അതവിടുന്ന് മാറ്റി കഴിഞ്ഞപ്പം അതിലൊരു വഴി അവൻ കണ്ടു. അപ്പൊ ആ വഴിയാണ് ആ ടെമ്പിളിലേക്ക് പോകേണ്ടത് എന്ന കാര്യം അവന് മനസ്സിലായി. ഈ സമയം തന്നെ അവരെ നോക്കിക്കൊണ്ട് നിന്ന 2 കുട്ടികളുണ്ടല്ലോ, അതിൽ ആൺകുട്ടി അവിടെ ഓടിപ്പോയി. പക്ഷെ ആ പെൺകുട്ടി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ മത്യാസ് ആ വഴി കാണിച്ചു കൊടുത്തപ്പം എമിക്കൊരു ഡൗട്ട്, അതൊരു വഴിയാണെങ്കിൽ പിന്നെ എന്തിനാണ് അത് ചെടികൾ വെച്ച് മറച്ചത്? അതിലെന്തോ ഒരു അപാകതയില്ലേ? അതേക്കും ജെഫ് പറയുന്നത്, ഈ പുരാവസ്തു ഗവേഷകർക്ക് ഒരു കുഴപ്പമുണ്ട്, അവരുടെ സൈറ്റിലേക്ക് ആൾക്കാർ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത് മറച്ചു വെച്ചത് അവരുടെ പണിയായിരിക്കും എന്നാണ് ജെഫ് പറയുന്നത്. അവർ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ആ പെൺകുട്ടി ഇപ്പോഴും അവർ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ എല്ലാവരും ആ വഴി മുന്നോട്ട് നടന്നു. അവസാനം വന്നത് ജെഫാണ്. ആ വഴിയിലേക്ക് കയറുന്നതിന് മുമ്പ് അവൻ ആ പെൺകുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. അത് കാണുമ്പോൾ അവനൊരു പന്തികേട് തോന്നായികയില്ല. ഈ സമയത്തിന് നടക്കുമ്പോൾ അവർ ഡിസ്കസ് ചെയ്യുന്നത് ആ കുട്ടികളുടെ കാര്യമാണ്. ഇനി ആ കുട്ടികൾ മായന്മാരായിരിക്കുമോ? ഈ മായന്മാർക്കൊക്കെ വംശനാശം സംഭവിച്ചല്ലേ? അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മായന്മാരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും അവരുടെ കൂട്ടത്തിൽ ആർക്കും അറിയത്തില്ല. അങ്ങനെ കുറച്ചു ദൂരം കൂടെ ആ കാട്ടിലൂടെ നടന്നു കഴിയുമ്പോൾ അവർ ആ ടെമ്പിളിന്റെ മുമ്പിലേക്ക് എത്തി. അതൊരു പിരമിഡ് പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സെറ്റപ്പാണ്. എന്നാൽ മുകളിൽ ആ കൂർത്ത ഭാഗം ഇല്ലാന്ന് മാത്രം. മുകളിൽ നിരപ്പാണ്. മാത്രമല്ല ഏറ്റവും മുകൾ ഭാഗം വരെ പടികളും ഇങ്ങനെ നിരന്ന് നടക്കുന്നുണ്ട്. കൂടാതെ ആ ടെമ്പിൾ മൊത്തത്തിൽ ഒരു തരത്തിലുള്ള വള്ളിച്ചെടികൾ പടർന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇതുപോലൊരു കാഴ്ച അവർ കാണുന്നത്. എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ടെമ്പിളിന്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ എമി അവളുടെ പണി തുടങ്ങി. അവളിങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോ എടുക്കുകയാണ്. ഈ സമയത്താണ് ആ ടെമ്പിളിന്റെ ഏറ്റവും മുകളിലായിട്ട് അവരൊരു കാര്യം കാണുന്നത്. അതൊരു ടെന്റായിരുന്നു. അതിനെക്കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു കുതിരപ്പുറത്ത് ഒരാളങ്ങോട്ട് വരുന്നത്. ഇതാ മായന്മാരുടെ കൂട്ടത്തിലുള്ള ആളാണ്. അയാൾ ആ കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങിയതിന് ശേഷം അയാൾ വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ്. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ അയാളുടെ ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും അയാൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അയാളുടെ സംസാരത്തിൽ അവർക്ക് ശരിക്കും പേടിയാവാനും തുടങ്ങി. ഈ സമയം ജെഫ് പറയുന്നത് ഒരു പക്ഷേ അയാൾ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നും പറഞ്ഞ് അവൻ അവന്റെ പേഴ്സ് എടുത്തു. എന്നാൽ പൈസ അയാൾക്ക് നീട്ടിയപ്പം അയാൾ പൈസ വാങ്ങുന്നില്ല. ഈ സമയത്തിന് എമി ആണെങ്കിൽ അവിടെ ക്യാമറയിൽ അയാളുടെ ഫോട്ടോ എടുക്കുകയാണ്. അത് കാണുമ്പോൾ നീ എന്താണ് എമി കാണിക്കുന്നത്, ക്യാമറ മാറ്റിക്കേ ജെഫ് വിളിച്ചു പറഞ്ഞു. ഈ സമയത്താണ് വേറെയും 2 പേര് കുതിരപ്പുറത്ത് അങ്ങോട്ട് വരുന്നത്. ഇതും മായന്മാർ തന്നെയാണ്. ഇവരുടെ എല്ലാവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അമ്പും വില്ലും തോക്കൊക്കെ. അവരങ്ങോട്ട് വന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യം വന്ന ആളുടെ അടുത്ത് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. പക്ഷെ ഭാഷ അറിയാത്തതുകൊണ്ട് എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് ജെഫിനും കൂട്ടർക്കും മനസ്സിലാവുന്നില്ല. ഈ സമയം ജെഫ് മത്യാസിനോട് പറയുന്നത്, മത്യാസ് നീ ഒരു കാര്യം ചെയ്തേ, നിന്റെ ബ്രദറിന്റെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്ക്, ചിലപ്പോൾ അവർക്ക് അറിയാമായിരിക്കും. അത് കേട്ടപ്പം മത്യാസ് അവന്റെ ഫോൺ എടുത്തിട്ട് അവന്റെ ബ്രദറിന്റെ ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുത്തു. എന്നാൽ ഈ സമയം മത്യാസിന്റെ പുറകിൽ നിന്ന് എമി അയാളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നാൽ അവൾ ഫോട്ടോ എടുക്കുന്നത് ആ ടെമ്പിളിലേക്ക് ഇങ്ങനെ പടർന്നു പിടിച്ചിരിക്കുന്ന ആ വള്ളിച്ചെടികൾ ഉണ്ടല്ലോ, അതിനുള്ളിൽ നിന്നിട്ടാണ്. അത് കണ്ടതും ആ മായന്മാർ അവിടെ കിടന്ന് ബേളം വെക്കാൻ തുടങ്ങി. 3 പേരും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളും എടുത്തിട്ടുണ്ട്. എമി ആണെങ്കിൽ ക്യാമറയൊക്കെ മാറ്റി പേടിച്ചാണ് നിൽക്കുന്നത്. ഇനി ഒരു പക്ഷെ അവർക്ക് ഈ ക്യാമറയാണ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ദിമിത്രി അവളുടെ അടുത്തേക്ക് വന്നു. അവനും ഇപ്പൊ ആ ചെടികളുടെ മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ ദിമിത്രി അവളുടെ കയ്യിൽ നിന്ന് ക്യാമറ മേടിച്ചിട്ട് അവർക്ക് നേരെ നീട്ടി. എന്നാൽ അവര് ക്യാമറ വാങ്ങുന്നില്ല. പെട്ടെന്ന് ഒരുത്തൻ ദിമിത്രിക്ക് നേരെ അമ്പ് ചെയ്തു. അത് അവന്റെ തോളിലാണ് തുളച്ചു കയറിയത്. മാത്രമല്ല അടുത്ത സെക്കൻഡിൽ ആ തോക്ക് പിടിച്ചു നിന്നവൻ അവന്റെ തലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്തു. അതോടുകൂടെ ദിമിത്രി മരിച്ചു പോകണം. ഇതൊക്കെ കണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. ആ മായന്മാരാണെങ്കിൽ അവിടെ കിടന്ന് പിന്നെയും ബേളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന പണി കിട്ടുന്ന മനസ്സിലായതുകൊണ്ട് എല്ലാവരും ആ പടികൾ ഓടിക്കയറി.
എന്നാൽ ആ മായന്മാരവിടുന്ന് പോകുന്നില്ല. അവന്മാരിപ്പം ആ ടെമ്പിള് ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും വേറെ ആൾക്കാരും അങ്ങോട്ടെത്തി. അതിനിടയിൽ ജെഫും കൂട്ടരും ആ ടെമ്പിളിന്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് ഓടിക്കയറി. അങ്ങനെ ചെന്ന ഉടനെ തന്നെ എറിക് അവിടേക്ക് പരിശോധിക്കാൻ തുടങ്ങി. അവിടെ മഞ്ഞ കളറുള്ള ടെന്റ് കിടപ്പുണ്ട്. മാത്രമല്ല അവിടെ നടുവിലായിട്ട് ഒരു കുഴി. ആ കുഴിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി കപ്പിയിൽ ഒരു കയറ് തൂക്കിയിട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് അപ്പുറത്തായിട്ട് മറ്റൊരു ടെന്റും ഉണ്ടായിരുന്നു. മത്തിയാസ് ഇപ്പം ആ ടെന്റിന്റെ അകത്തേക്ക് ചെന്നിട്ട് അവിടെയൊക്കെ പരിശോധിച്ചു. എന്നാൽ അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആളുടെ സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ജെഫ് നേരെ പോയത് ആ മഞ്ഞ ടെന്റിന്റെ അകത്തേക്കാണ്. അതിനകത്തും ആരുമില്ല, എന്നാൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്തിന്റെ പെമ്പിള്ളാരാണെങ്കിൽ വല്ലാണ്ട് പേടിച്ച് കരഞ്ഞോണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ജെഫ് പറഞ്ഞ പ്രകാരം എറിക് അവന് ഫോൺ എടുത്തു. എന്നാൽ അവിടെ സിഗ്നൽ കിട്ടുന്നില്ല. അത് കാണുമ്പോൾ ജെഫ് മത്തിയാസിനോട് ഫോൺ എടുക്കാൻ പറഞ്ഞു. എന്നാൽ മത്തിയാസ് പറയുന്നത് എന്റെ ഫോൺ ആ മായന്മാര് തട്ടിയെടുത്തു എന്നാണ്. ചുരുക്കി പറഞ്ഞ അവരവിടെ പെട്ട അവസ്ഥ. ആരെയും വിളിക്കാനും പറ്റത്തില്ല, അവർക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലാനും പറ്റത്തില്ല. താഴേക്ക് ഇറങ്ങി ചെന്ന ആ മായന്മാർ അവരെ കൊല്ലും. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ കുഴിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ആ കുഴിയിലേക്ക് നോക്കി മത്തിയാസ് അവന്റെ ബ്രദറിന്റെ പേര് ഉറക്കെ വിളിച്ചു. അതിലെവിടെ നിന്നും ഒരു റിപ്ലൈയും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വല്ല വഴിയുണ്ടോ നോക്കാൻ വേണ്ടി അവർ ആ ടെമ്പിളിന്റെ ഏറ്റവും അറ്റത്തേക്ക് പോയി. എന്നാൽ എങ്ങനെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആ ടെമ്പിൾ ചുറ്റും ആ മായന്മാർ വളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവന്മാരൊന്നും നോക്കി തിരിച്ചു നടക്കുമ്പോഴാണ് മത്തിയാസ് ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവിടുത്തെ ആ വള്ളിച്ചെടികൾക്കിടയിൽ ഒരുത്തൻ കിടക്കുന്നു. ആ ചെടികളിൽ ഒരു ചുവന്ന പൂ ഉണ്ടായിട്ടുണ്ട്. അമ്പേറ്റാണ് അയാൾ അവിടെ മരിച്ചു കിടക്കുന്നത്. എന്നാൽ ആ വള്ളികൾ മാറ്റിക്കഴിഞ്ഞപ്പം അത് മത്തിയാസിന്റെ ബ്രദറാണ്. അവന്റെ മുഖത്ത് എന്തോ ഇൻഫെക്ഷൻ പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് മത്തിയാസ് ആണെങ്കിൽ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തുമില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ജെഫ് ഇപ്പം അവന് ബൈനോക്കുലർ വെച്ച് ആ ഏരിയ മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം നോക്കുമ്പോൾ ആ മായന്മാരുടെ കൂട്ടത്തിലെ ലേഡീസും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരെന്തോ അവിടെ ക്യാമ്പ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. എന്താണ് അവരുടെ പരിപാടി എന്നവന് മനസ്സിലാവുന്നില്ല. ഈ സമയത്തിന് എറിക്കും ലേഡീസും വേറൊരു ചർച്ചയിലാണ്. ഇപ്പൊ ദിമിത്രിയും മരിച്ചു, മത്തിയാസിന്റെ ബ്രദറായ ഹെൻറിച്ചും മരിച്ചു. അവരെ രണ്ടുപേരെ ആ മായന്മാര് കൊന്നു. പക്ഷെ ഹെൻറിച്ചിന്റെ കൂടെ അവന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവൾക്ക് എന്ത് സംഭവിച്ചു, അവളെവിടെ പോയി എന്നൊക്കെയാണ് എറിക്ക് ചോദിക്കുന്നത്. പക്ഷെ ആ കാര്യം ആർക്കും അറിയത്തില്ലല്ലോ. ഈ സമയം മത്തിയാസും ജെഫും അങ്ങോട്ട് വന്നു. മത്തിയാസ് പറയുന്നത് ആ ചെടികളിൽ നിന്നും എന്റെ ബ്രദറിന് എന്തൊരു ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അവൻ മരിച്ചതെന്നാണ്. അതിനിടയിൽ ജെഫ് ആണെങ്കിൽ മത്തിയാസിന്റെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോരയൊക്കെ കഴുകിക്കളഞ്ഞു. ഈ സമയം എറിക്ക് പറയുന്നത് അല്ലെ താഴെ കൂടിയിരിക്കുന്ന മായന്മാരുടെ ഉദ്ദേശം എന്താണ്, ഇനി അവര് നമ്മളെ ബലി കൊടുക്കാനുള്ള പ്ലാനും അല്ലായിരിക്കുമോ? പക്ഷെ അതിനെക്കുറിച്ചും അവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ആ മായന്മാരെന്തായാലും ഈ ടെമ്പിളിന്റെ മുകളിലേക്ക് കയറി വരത്തില്ല. അവരെന്തിനു പേടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് ആകെ ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഇവർ ഹോട്ടലിൽ നിന്ന് പോന്നപ്പം റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇവർ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് എന്ന കാര്യം ഹോട്ടൽക്കാർക്ക് അറിയാം. അതുകൊണ്ട് ഇവർ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അവർ അന്വേഷിച്ചു വരും. അതുവരെ ഇവർ ഈ ടെമ്പിളിന്റെ മുകളിൽ വെയിറ്റ് ചെയ്യണം. പക്ഷെ എത്ര ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും എന്ന കാര്യമൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇവരുടെ കയ്യിലാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ആ കുഴിക്കുള്ളിൽ നിന്നും ഒരു മൊബൈൽ റിങ് ചെയ്യുന്നത്. ആ റിംഗ് ടോൺ കേട്ടപ്പോൾ തന്നെ അത് ഹെൻറിച്ചിൻ്റെതാണ് എന്ന കാര്യം മത്തിയാസിന് മനസ്സിലായി. അതുകൊണ്ട് മത്തിയാസ് വേഗം തന്നെ ആ കപ്പിയിലെ കയറെടുത്ത് അവന്റെ ദേഹത്തേക്ക് കെട്ടി. എന്നിട്ട് അവനിപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാണ്. ബാക്കിയുള്ളവര് ആ കപ്പിയിൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മത്തിയാസിന്റെ കയ്യിലായിട്ട് ഒരു വിളക്കമുണ്ട്. എന്നാൽ പകുതി വഴി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം ആ കയറ് പൊട്ടി അവൻ നേരെ നിലത്തേക്ക് വീണു. പിന്നീട് അവനെ വിളിച്ചപ്പം അവന്റെ ഞരക്കം മാത്രം കേൾക്കുന്നുണ്ട്. അവൻ മരിച്ചിട്ടില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനെ രക്ഷിക്കാൻ ആരെങ്കിലും താഴേക്ക് ഇറങ്ങണം. എന്നാൽ ആമ്പിള്ളേർ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം ഇറങ്ങുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ വലിച്ചു കയറ്റാൻ ആരെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് ലേഡീസിൽ ആരെങ്കിലും ഇറങ്ങിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. അവസാനം ആ ഒരു ജോലി സ്റ്റേസി ഏറ്റെടുത്തു. കാരണം എമിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ പേടിയാണ്. അങ്ങനെ സ്റ്റേസിയുടെ ദേഹത്ത് ആ കയറ് കെട്ടി അവളും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ കുറച്ച് താഴേക്ക് എത്തിക്കഴിഞ്ഞപ്പം ആ ഭാഗത്തും ആ വള്ളിച്ചെടികൾ പടർന്നു കിടക്കുന്നുണ്ട്. അതിലെന്തൊക്കെ ഒരു അനക്കവും കേൾക്കാം. സ്റ്റേസിയുടെ കയ്യിൽ ഒരു വിളക്കുണ്ട്. എന്നാൽ അധികം പ്രകാശം ഇല്ലാത്തതുകൊണ്ട് അതെന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായില്ല. എന്നാൽ ഈ സമയത്താണ് അവർക്കൊരു പണി കിട്ടുന്നത്. ആ കയറിന് നീളം പോരാ, അതുകൊണ്ട് അവൾ താഴേക്ക് ചാടണം. ആ കാര്യം അവർ മുകളിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ സ്റ്റേസി താഴെ കിടക്കുന്ന മത്തിയാസിനെ ഒന്ന് നോക്കി. അവൻ ഇപ്പോഴും അവിടെ കിടന്ന് ഞരങ്ങുന്നുണ്ട്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൾ ആ കയർ അഴിച്ചിട്ട് നേരെ താഴേക്ക് ചാടി. എന്നാൽ കുറച്ച് ഉയരത്തുനിന്നാണല്ലോ താഴേക്ക് വീണത്. അതുകൊണ്ട് അവളെ മുട്ടുപൊട്ടിപ്പോയി. ആ കാര്യം അപ്പം തന്നെ അവളെ മുകളിലേക്ക് വിളിച്ചു പറയുകയും ചെയ്തു. അതേക്കുമ്പോൾ മുകളിൽ നിൽക്കുന്നവർക്ക് ഇനിയിപ്പോൾ എന്താണ് ചെയ്യണമെന്ന് അറിയത്തുമില്ല. ഈ സമയം സ്റ്റേസി നോക്കുമ്പോൾ മത്തിയാസിന്റെ അവസ്ഥ വളരെ മോശമാണ്. അവിടെ നടു ഒടിഞ്ഞു. അവനിനി അനങ്ങാൻ പറ്റത്തില്ല. ആരെങ്കിലും അവനെ പിടിച്ച് പൊക്കിയേ പറ്റൂ. മാത്രമല്ല അതിനുള്ളിൽ എന്തോ വല്ലാണ്ട് മണക്കുന്നുണ്ട്. ആ കാര്യം ഉടനെ തന്നെ സ്റ്റേസി മുകളിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇനിയിപ്പോൾ മുകളിൽ നിൽക്കുന്നവർക്ക് ആകെ ഒരൊറ്റ വഴിയുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു സ്ട്രെച്ചർ ഉണ്ടാക്കണം. എന്നിട്ട് അത് താഴേക്ക് ഇട്ട് കൊടുത്തിട്ട് മത്തിയാസിന് മുകളിലേക്ക് പൊക്കിയെടുക്കണം. ജെഫ് എറിക്കും വേഗം അതിനുള്ള പണി തുടങ്ങി. ഈ സമയം എമി പറയുന്നത് നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ്? ആ മത്തിയാസിന്റെ നടു ഒടിഞ്ഞു കിടക്കുകയാണ്. അവനെ പൊക്കിയെടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമില്ലാവുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും വരുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. എന്റെ പൊന്നെമിയെ ആരും ഈ സമയത്ത് ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ആ ടെന്റിൽ ചെന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാ, ജെഫ് അവളോട് പറഞ്ഞു. എന്നാൽ അവള് കേൾക്കുന്നില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ മായന്മാരുടെ അടുത്ത് സഹായം ചോദിക്കാം എന്നും പറഞ്ഞിട്ട് അവള് വേഗം താഴേക്ക് ഓടി. അവളിപ്പോ താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് പണിയാണ് എന്ന കാര്യം ജെഫിനും അറിയാം. അതുകൊണ്ട് അവനും അവളുടെ പുറകെ ചെന്നു. എന്നാൽ ഇപ്പൊ അവരിങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന കാണുമ്പോൾ മായന്മാർ അവരുടെ ആയുധങ്ങളും എടുത്ത് റെഡിയായി.
അതിനിടയിൽ എമി താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് അവളെ കൊണ്ടാവുന്ന രീതിയിൽ അവരുടെ അടുത്ത് സഹായം ചോദിച്ചു. എന്നാൽ അവളുടെ ഭാഷ അവർക്കും മനസ്സിലാവത്തില്ല, അവരുടെ ഭാഷ ഇവക്കും മനസ്സിലാവത്തില്ല. മാത്രമല്ല അവർ ചിലപ്പോൾ എമിയെ ഷൂട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. ആ കാര്യം ജെഫ് ഇപ്പോൾ അവളോട് പറഞ്ഞു. അവളെങ്ങനെ കരഞ്ഞു പറഞ്ഞിട്ടും ആ മായന്മാരെ സഹായിക്കാതെ നിൽക്കുന്ന കാണുമ്പോൾ എമിക്ക് ശരിക്കും ദേഷ്യം വന്നു. അവളെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താഴെ കിടക്കുന്ന ആ വള്ളിച്ചെടികളുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്തിട്ട് അവന്മാർക്ക് നേരെ ഒരു ഒറ്റയേറ്. ആ മായന്മാരുടെ കൂട്ടത്തിൽ ഒരു പയ്യൻ നിൽപ്പുണ്ടായിരുന്നു. ആ പയ്യന്റെ ദേഹത്തേക്കാണ് ചെടി വന്നു വീണത്. അതോടുകൂടെ മായന്മാരെല്ലാവരും ഇപ്പൊ പയ്യനെ നേർക്ക് തിരിഞ്ഞു. അത് കണ്ട് ജെഫിന് എമിക്ക് ഒന്നും മനസ്സിലായില്ല. ഈ സമയം കുറച്ച് അപ്പുറത്തായിട്ട് ആ പയ്യന്റെ അമ്മ അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. എന്നാൽ 2 സ്ത്രീകൾ വന്നിട്ട് അവരവിടെ പിടിച്ചു വെച്ചു. പെട്ടെന്നാണ് അയാൾ ആ പയ്യനെ നേരെ ഷൂട്ട് ചെയ്യുന്നത്. അതോടുകൂടെ ആ പയ്യൻ മരിച്ചു. അത് കണ്ട് എമിയും ജെഫും ശരിക്കും ഞെട്ടിപ്പോയി. എന്താണ് അവന്മാര് കാണിച്ചത്? ഒരു ചെറിയ പയ്യനാണ് അവന്മാർ കൊന്നിരിക്കുന്നത്, അത് ഒരു കാരണവുമില്ലാതെ. അങ്ങനെ പയ്യന്റെ പണി തീർത്തതിന് ശേഷം മായന്മാര് എമിയുടെയും ജെഫിനെ നേർക്ക് തിരിഞ്ഞു. അത് കണ്ടതും അവര് വേഗം ടെമ്പിളിന്റെ മുകളിലേക്ക് തന്നെ കയറി. ഈ സമയം തന്നെ അവിടെ മരിച്ചു കിടക്കുന്ന ആ പയ്യന്റെ അടുത്ത് അവന്റെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മറ്റേ 2 സ്ത്രീകള് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ടെമ്പിളിന്റെ മുകളിലേക്ക് കയറിയതിനു ശേഷം അവർ ആ സ്ട്രെച്ചറിന്റെ പണി തീർത്തു. ഈ സമയം എമി ആണെങ്കിൽ വല്ലാതെ വിഷമിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഈ സമയം ജെഫ് പറയുന്നത് അവന്റെ ദേഹത്തേക്ക് ആ ചെടികൾ വീണില്ലേ, അതുകൊണ്ടാണ് അവന്മാർ അവനെ കൊന്നതെന്നാണ്. അതേക്കുമ്പോൾ അപ്പൊ നമ്മളുടെ ദേഹത്തൊക്കെ ചെടികളായില്ലേ എന്നാണ് ഇറക്കി വയ്ക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുമ്പോഴാണ് ആ കുഴിക്കുള്ളിൽ നിന്നും പിന്നെ ആ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. അതിനെ തുടർന്ന് ആ കുഴിക്കുള്ളിൽ കിടക്കുന്ന സ്റ്റേസി എഴുന്നേറ്റു. അതിനുശേഷം അവളുടെ കയ്യിലെ വിളക്ക് അവിടെയുള്ള ചെടികൾക്ക് നേരെ നീട്ടി, എവിടുന്നാണ് ആ ഫോൺ ബെല്ലടിക്കുന്നത് കാണാൻ വേണ്ടി. എന്നാൽ വിളക്കിന്റെ പ്രകാശം കണ്ടായപ്പോൾ ആ ചെടികളൊക്കെ അനങ്ങുന്നാണ് കാണുന്നത്. അത് കണ്ടത് അവൾ ഞെട്ടിപ്പോയി. പക്ഷെ ഫോൺ എവിടെയാണ് കിടക്കുന്നത് എന്ന് അവൾ കണ്ടതുമില്ല. ഈ സമയം അവൾ നോക്കുമ്പോൾ ആ ചെടികൾക്കിടയിലൂടെ അപ്പുറത്തേക്ക് ഒരു വഴി കാണുന്നുണ്ട്. എന്നാൽ ഇരുട്ടായത് കാരണം എന്താണ് അവിടെ ഉള്ളത് എന്ന് മാത്രം കാണുന്നില്ല. ഇനി ഒരു പക്ഷെ അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ, അവരാണോ ആ ചെടി അനക്കിയത് എന്നൊക്കെ ചിന്തിച്ച് അവൾ ഇങ്ങനെ ഉറക്കെ അങ്ങോട്ട് നോക്കി വിളിച്ചു. എന്നാൽ ആരുടെയും മറുപടി കിട്ടുന്നുമില്ല. കാലിൽ മുറിവ് പറ്റിയതുകൊണ്ട് അവൾക്കാണെങ്കിൽ അധികം നേരം നിൽക്കാനും പറ്റുന്നില്ല. എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല എന്ന് അവൾ മുകളിലേക്ക് വിളിച്ചു പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ ആ സ്ട്രെച്ചറിന്റെ പണി മൊത്തം തീർത്തു. എന്നിട്ട് അവരിപ്പം അത് ആ കയറിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. എമിയാണ് താഴേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ വേഗം തന്നെ അവർ എമിയെ താഴേക്ക് ഇറക്കി. പക്ഷെ ആ കയറിനും നിലത്തെത്താനുള്ള നീളം പോരാ, നിലത്ത് കുറച്ച് മുകൾ വരെ അത് എത്തുന്നുള്ളൂ. അതുകൊണ്ട് എമി താഴേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ മത്യാസിനെ സ്ട്രെച്ചറിലേക്ക് കയറ്റണമെങ്കിൽ അവർ 2 പേരും കൂടെ അവനെ പൊക്കിയെടുക്കണം. അധികം സമയമില്ലാത്തതുകൊണ്ട് അവർ 2 പേരും കൂടെ വേഗം പണി തുടങ്ങി. അങ്ങനെ കഷ്ടപ്പെട്ട് അവർ മത്യാസിനെ സ്ട്രെച്ചറിലേക്ക് കയറ്റി. അതിന് തുറന്ന് മുകളിൽ നിൽക്കുന്നവർ അവനെ വലിച്ചു കയറ്റുകയും ചെയ്തു. അങ്ങനെ രാത്രി ആവുമ്പോഴേക്കും അവരുടെ പണിയെല്ലാം തീർന്നു. എമിയും സ്റ്റേസിയും ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് കയറി. ഈ സമയം ജെഫ് ആണെങ്കിൽ മത്യാസിനെ അവിടെ നിലത്ത് കിടത്തിയതിനു ശേഷം അവന്റെ കാലുകളൊക്കെ പരിശോധിക്കുകയാണ്. അവന്റെ 2 കാലിലും നല്ല രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. അതിന് ചോര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം എമി ചോദിക്കുന്നത്, നമുക്ക് മത്യാസിനെ ടെന്റിലേക്ക് മാറ്റിയാലോ? അങ്ങനെ വരുമ്പം ഇവനധികം തണുപ്പ് ഏൽക്കത്തില്ലല്ലോ. അത് വേണ്ട എമി, ഇവന് ഇനിയും ഇവിടുന്ന് എടുത്ത് പൊക്കി കഴിഞ്ഞാൽ അത് പിന്നെ ഇവന്റെ ശരീരത്തിൽ ഡാമേജ് ഉണ്ടാവും. അതുകൊണ്ട് ഇവന് ഇവിടെ തന്നെ കിടക്കട്ടെ. പക്ഷെ രാത്രിയിൽ ഈ വേദന സഹിച്ച് ഇവനോടെ കിടക്കണ്ടേ? സ്റ്റേസിയാണത് ചോദിച്ചത്. അതേക്കുമ്പോൾ നമുക്ക് ഇവനെ മരുന്നും എല്ലാം കൊടുക്കാം. നിങ്ങൾ ആ ടെന്റിൽ ചെന്നൊന്ന് പരിശോധിക്കും, ചിലപ്പോൾ പെയിൻ കില്ലറും എല്ലാം അവിടെ കിടപ്പുണ്ടാവും. ജെഫിപ്പ് ആ കാര്യം പറഞ്ഞപ്പം എല്ലാവരും അത് പരിശോധിക്കാൻ വേണ്ടി അവിടെ പോയി. അങ്ങനെ എമി ചെന്ന് ആ മഞ്ഞ ടെന്റിനകത്തെ ബാഗൊക്കെ തപ്പി. അതിൽ നിന്നും അവൾക്കൊരു കീ കിട്ടി. അത് മറ്റേ ഹെൻറിച്ചിന്റെ അവിടെ പുറത്ത് കിടന്നിരുന്ന ജീപ്പില്ലേ, അതിന്റെ കീ ആണ്. ഈ സമയം തന്നെ പുറത്ത് നിൽക്കുന്ന ജെഫ് അവിടുത്തെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. അത് ദിമിത്രിയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. അത് അവൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തതിന് ശേഷം പറയുന്നത്, നിങ്ങൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് കണ്ടില്ലേ, ഇത് നാളത്തെ ഡേറ്റിൽ ബുക്ക് ചെയ്തതാണ്. അതായത് നാളെ രാവിലെ അവൻ പോകേണ്ടതായിരുന്നു 7:05 ഫ്ലൈറ്റിൽ. അതോടെ നാളെ അവനെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അവന്റെ ഫ്രണ്ട്സ് അവൻ അന്വേഷിച്ചു വരും നാളെ തന്നെ. അപ്പൊ ഈ ഒരു രാത്രി കൂടെ എങ്ങനെയെങ്കിലും നമ്മളിവിടെ സർവൈവ് ചെയ്താൽ മതി എന്നാണ് ജെഫ് പറയുന്നത്. അത് കേട്ടപ്പം എല്ലാവർക്കും ശരിക്കും സമാധാനമായി. ഇനിയിപ്പോൾ എല്ലാവർക്കും പോയി കിടന്നുറങ്ങണം. എന്നാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉറങ്ങുന്നില്ല, ഒരാൾ കാവല് നിൽക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമയം എറിക്ക് ചെന്നിട്ട് ആ കപ്പി അവിടെ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ, അതിനടുത്തൊരു ലൈറ്റും ഉണ്ട്. അവൻ അവിടുത്തെ സാധനം കറക്കി നോക്കിയപ്പം ആ ലൈറ്റ് പ്രകാശിച്ചു. അപ്പൊ ഇനി വെളിച്ചത്തിന്റെ കാര്യത്തിലും പ്രശ്നമില്ല. ഈ സമയം ജെഫ് ആണെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു പുതപ്പ് വെച്ച് അവിടെ കിടന്ന മത്യാസിനെ പുതപ്പിച്ചു. കാരണം അവന്റെ മുറിവിൽ പൊടി എങ്ങാനും പറ്റിക്കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇതേ സമയം തന്നെ ലേഡീസ് ആണെങ്കിൽ ആ ടെന്റിന്റെ അകത്ത് കിടക്കാണ്. അവർക്ക് 2 പേർക്കും നല്ല ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ്. ഇപ്പൊ പുറത്ത് കാവലിരിക്കുന്നത് ജെഫും എറിക്കുമാണ്. എറിക്കിപ്പോ നോക്കുമ്പോൾ ആ ടെമ്പിളിന്റെ ചുറ്റുമായിട്ട് ആ മായന്മാര് തീ കൂട്ടിയിരിക്കുന്നതാണ് കാണുന്നത്. അമ്മാരവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ജെഫ് ആണെങ്കിൽ ഇപ്പൊ താഴേക്ക് ഇറങ്ങി നോക്കി. പക്ഷെ അവന് മുന്നിൽ തന്നെ ആ മായന്മാർ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അതിൽ നിന്നും ആ സ്ഥലം വിട്ട് അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന കാര്യം എറിക്കിന് മനസ്സിലായി. അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്നതിന് ശേഷം എറിക്ക് നേരെ ലേഡീസ് കിടക്കുന്ന ടെന്റിലേക്ക് വന്ന് അവനിപ്പോ സ്റ്റേസിയുടെ കൂടെ കയറി കടന്നു. അങ്ങനെ രാവിലെ വരെ കാവലിരുന്ന എമിയാണ്. ഈ സമയം അവൾ നോക്കുമ്പോൾ ജെഫ് ടെന്റിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവൻ ചെന്ന് അവിടെ നിന്ന് ഇങ്ങനെ മൂത്രമൊഴിക്കാൻ തുടങ്ങി. ആ ചെടികളിലേക്കാണ് അവൻ മൂത്രമൊഴിക്കുന്നത്. എന്നിട്ട് ഈ സമയത്താണ് ആ ചെടികളിലെ വള്ളികൾ ഇളകുന്നത്. ആ ശബ്ദം കേട്ട് അവൻ നോക്കുമ്പോൾ അവിടെ ഒരു വാച്ച് കിടക്കുന്നു. എന്നാൽ വള്ളികൾ മാറ്റി കഴിഞ്ഞപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അതൊരു അസ്ഥികൂടമായിരുന്നു. ഈ സമയം സ്റ്റേസി ആണെങ്കിൽ ആ ടെന്റിനകത്ത് നല്ല ഉറക്കമായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവൾ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ അടുത്തൊക്കെ ആ ചെടികൾ പടർന്നു കിടക്കുന്നു. മാത്രമല്ല എന്തോ അവളെ തൊടുന്ന ഒരു ഫീല് തോന്നിയിട്ട് അവൾ അവളുടെ പുതപ്പ് മാറ്റി നോക്കി. ആ കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. അവളുടെ മുട്ടിലുണ്ടായിരിക്കുന്ന മുറിവുണ്ടല്ലോ, അത് വരെ ആ ചെടികൾ പടർന്നു പിടിച്ചിരിക്കുകയാണ്.
ആ വള്ളികൾ ഇപ്പം ആ മുറിവിലൂടെ അവളുടെ ശരീരത്തിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അത് കണ്ടത് അവൾ ഉറക്കെ നിലവിളിച്ചു. അത് കേട്ട് ഇറുക്കി ചാടി എഴുന്നേറ്റു. അവനിപ്പം അവളുടെ കാലിൽ നിന്നും ആ ചെടികളൊക്കെ മാറ്റി കൊടുക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും അവളുടെ നിലവിളി കേട്ട് ജെഫു ആ ടെന്റിലേക്ക് എത്തി. അതിനിടയിൽ എമ്മി ആണെങ്കിൽ അവിടെയുള്ള മത്യാസിന്റെ അടുത്താണ് നിൽക്കുന്നത്. അവനിപ്പോൾ അവളോട് ഒരു കാര്യം പറഞ്ഞു, നീ എന്റെ പുതപ്പൊന്ന് മാറ്റിയത്. അതിനെ തുടർന്ന് അവൾ ആ പുതപ്പ് മാറ്റിയപ്പം അവളും ഞെട്ടിപ്പോയി. അവന്റെ കാലിലേക്കും ആ ചെടികൾ പടർന്നിരിക്കുകയാണ്. അങ്ങനെ അവളുടെ നിലവിളി ശബ്ദം കേട്ട് ജെഫ് അങ്ങോട്ട് ഓടിയെത്തി. മത്യാസ് വേദന കൊണ്ട് ഇങ്ങനെ പൊളയുന്ന കാണുമ്പോൾ ജെഫ് വേഗം തന്നെ ആ ചെടികളൊക്കെ അവന്റെ കാലിൽ നിന്ന് പറിച്ചു മാറ്റി. അങ്ങനെ ചെടികളൊക്കെ അവിടെ നിന്ന് മാറ്റി കഴിയുമ്പോഴാണ് ആ കുഴിക്കകത്തു നിന്നും വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നത്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ചെന്ന് ആ ഫോൺ എടുക്കണം, എന്നിട്ട് അത് വെച്ചിട്ട് ആരെയും വിളിക്കുക. അതല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗവും. അങ്ങനെ അതിനുവേണ്ടി ലേഡീസ് രണ്ടുപേരും വീണ്ടും ആ കുഴിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവർ രണ്ടുപേരും ഓരോരോ പന്തം കത്തിച്ചിട്ട് അവിടെയൊക്കെ പരിശോധിക്കുകയാണ്. ഇപ്പൊ അവർ നോക്കുമ്പോഴും ആ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ അത് കുറെ ഉള്ളുന്നാണ്. അതുകൊണ്ട് അവർ ആ ചെടികൾക്കിടയിലൂടെ ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പുറത്തെ റൂമിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരൊരു കാഴ്ച കണ്ടു. അവിടുത്തെ ചെടികൾക്കിടയിൽ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. ഇതാണ് ആ ഹെൻറിച്ചിന്റെ ഗേൾ ഫ്രണ്ട്. അതായത് ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പെണ്ണ് നിലവിളിക്ക് നമ്മൾ കണ്ടായിരുന്നല്ലോ, ആ പെണ്ണ്. അവര് നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ആ ഫോൺ ഇരിപ്പുണ്ട്. എന്നാൽ ഫോൺ എടുത്ത് നോക്കിയപ്പം അത് ഓഫായി കിടക്കുകയാണ്. അപ്പൊ പിന്നെ ഏത് ഫോണാണ് ബെല്ലടിച്ചത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് അപ്പുറത്തു നിന്ന് വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നത്. ആ ശബ്ദം കേട്ട് എമ്മി തിരിഞ്ഞു നോക്കിയപ്പം ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഫോണല്ല ബെല്ലടിക്കുന്നത്, ആ ചെടികളിൽ ഉണ്ടായിരിക്കുന്ന ചുവന്ന പൂ ഉണ്ടല്ലോ, അതാണ് ഫോണിന്റെ ശബ്ദം ഉണ്ടാക്കുന്നത്. അവളിപ്പോ പൂവങ്ങ് പറിച്ചെടുത്തതും ഒരു വള്ളി വന്നിട്ട് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അവൾ ശരിക്കും ഞെട്ടിപ്പോയി. നിലവിളിച്ചുകൊണ്ട് അവൾ വേഗം കൈ അവിടുന്ന് പിടിച്ചു മാറ്റി. എന്നാൽ ഈ സമയം അവർ നോക്കുമ്പോൾ ആ റൂമിലുണ്ടായിരുന്ന മുഴുവൻ ചെടികളും വല്ലാണ്ട് കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണിയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ വേഗം അവിടുന്ന് ഓടി. മുന്നിലോടിയത് എമ്മിയാണ്. എന്നാൽ പുറകിൽ വരുന്ന സ്റ്റേസി ആ ചെടികൾ കയറി പിടിച്ചു. അതോടുകൂടി അവള് താഴേക്ക് വീണു. എന്നാൽ അത് കണ്ട എമ്മി തിരിച്ചു വന്നിട്ട് സ്റ്റേസി അവിടുന്ന് പിടിച്ചു മാറ്റി. എന്നിട്ട് വേഗം തന്നെ അവരെ കയറിൽ ചെന്ന് പിടിച്ചു. ഈ സമയം ആ ചെടികൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കയറിൽ തൂങ്ങിയതിനു ശേഷം അവർ മുകളിലേക്ക് നോക്കി ഉറക്കെ നിലവിളിച്ചു. അതിനെ തുടർന്ന് അവര് വേഗം തന്നെ ആ കയറ് പിടിച്ചു വലിക്കാൻ തുടങ്ങി. എന്നാൽ ഇവര് മുകളിലേക്ക് പൊങ്ങുന്നതിനനുസരിച്ച് ചെടികളൊക്കെ ഇവരെ പുറകെ വരുന്നു. പക്ഷെ ആ ചെടികൾ അവർ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം അവരുണ്ടായ കാര്യങ്ങളൊക്കെ ജെഫിനോടും എറിക്കിനോടും പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഫോണല്ല ബെല്ലടിച്ചത്, ആ ചെടികളുടെ പൂക്കളാണ് ആ ശബ്ദം ഉണ്ടാക്കിയത്. വളരെ പേടിച്ചാണ് എമ്മി അത്രയും കാര്യം പറഞ്ഞത്. എന്നാൽ ഈ സംഭവം ഒന്ന് നേരിട്ട് കാണാത്തോണ്ട് ജെഫിനും എറിക്കിനും അതിന്റെ ആ സീരിയസ്നെസ് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഈ സമയം എമ്മി പറയുന്നത്, ഇനി ഒരു നിമിഷം പോലും നമ്മളിവിടെ നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അതേക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് നീ പറഞ്ഞു വരുന്നത്? ആ മായന്മാരെ നീ കണ്ടില്ലേ? അവര് 10-40 പേരാണ് ഇവിടെ നിരന്ന് നിൽക്കുന്നത്. അവരൊരു കുട്ടിയെ വെടിവെച്ചോന്ന് നീ കണ്ടില്ലേ? പിന്നെ എങ്ങനെ നമ്മൾ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലും? അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്, ഉറപ്പായിട്ട് ആരെങ്കിലും നമ്മളെ തേടി വരും. അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, അല്ലാതെ വെറുതെ ചെന്നിട്ട് ചാവാൻ നിൽക്കണ്ട എന്നാണ് ജെഫ് പറയുന്നത്. അത് സമ്മതിക്കാന്നല്ലാതെ മറ്റുള്ളവർക്ക് ഒരു മാർഗവും ഇല്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. എല്ലാവരും ഇപ്പൊ ഭക്ഷണം കഴിക്കുകയാണ്. അതിനിടയിൽ ജെഫ് ചെന്നിട്ട് മത്യാസിന് കുറച്ച് വെള്ളം കൊടുത്തു. എന്നിട്ട് പോരാൻ നേരം അവൻ അവന്റെ കാലിലേക്ക് ഒന്ന് നോക്കുകയും ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ളവരുടെ അടുത്ത് ഒന്ന് പറയുന്നത്, മത്യാസിന്റെ കാലിലേക്ക് ഇപ്പൊ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇന്ന് രാത്രി അവൻ സർവൈവ് ചെയ്യത്തില്ല. ഇനിയിപ്പോൾ അവനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അവന്റെ കാലുകൾ രണ്ടും മുറിച്ചു മാറ്റണം. അതേക്കുമ്പോൾ എങ്ങനെ മുറിച്ചു മാറ്റുന്നതാണ് നീ പറയുന്നത്? ഈ സമയം ജെഫ് ഒരു ചെറിയ കത്തി കാണിച്ചു കൊടുത്തു. മത്യാസിന്റെ അരയ്ക്ക് കീഴ്പോട്ട് അവന് സ്പർശനശേഷിയില്ല. മാത്രമല്ല അവന്റെ കാലിലാണെങ്കിൽ മാംസവും ഇല്ല, ഇനി എല്ലുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് അവന്റെ എല്ലുകൾ ഒടിക്കാം, എന്നിട്ട് ബാക്കി ഭാഗം ഈ കത്തി വെച്ചിട്ട് മുറിച്ചു മാറ്റാം. ജെഫ് അത് പറഞ്ഞു കഴിഞ്ഞപ്പം മറ്റുള്ളവർക്ക് എന്താണ് അതിന് മറുപടി പറയേണ്ടതെന്ന് അറിയത്തില്ല. അതിൽ ഈ സമയത്താണ് അപ്പുറത്ത് കിടക്കുന്ന മത്യാസ് അവരെ വിളിച്ചത്. അവൻ പറയുന്നത്, ഇനിയിപ്പോൾ മുറിച്ച് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുറിച്ച് മാറ്റിക്കോന്നാണ്. അങ്ങനെ മത്യാസം കൂടെ ഇപ്പം അത് പറഞ്ഞപ്പം അവർ വേഗം തന്നെ അതിന്റെ പണി തുടങ്ങി. പക്ഷെ കാല് മുറിച്ച് മാറ്റുന്നത് കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ലേഡീസ് ആ ടെന്റിൽ പോയിരുന്നു. പക്ഷെ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ആ മുറിച്ചു മാറ്റുന്ന സമയം മത്യാസം നല്ല രീതിയിൽ നിലവിളിക്കുന്നുണ്ട്. അവന് വേദന അറിയത്തില്ല എന്നുള്ള ജെഫ് പറഞ്ഞത്. അതോട് കാല് മുറിച്ചു മാറ്റലൊക്കെ കഴിഞ്ഞപ്പം ലേഡീസ് രണ്ടുപേരും വന്നിട്ട് ജെഫിന്റെ അടുത്ത് വല്ലാണ്ട് ദേഷ്യപ്പെട്ടു. നീയല്ലേ പറഞ്ഞത് അവന് വേദന അറിയത്തില്ലാന്ന്? എന്നിട്ട് അവൻ നിലവിളിക്കുന്നുണ്ടായിരുന്നല്ലോ. അതേക്കുമ്പം അങ്ങനെ നിങ്ങളോട് പറയാന്നല്ലാതെ മറ്റൊരു വഴി എന്റെ മുമ്പിലില്ലായിരുന്നു എന്നാണ് ജെഫ് പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത്. മത്യാസിനെ മുറിച്ചു മാറ്റിയ 2 കാലുകളും ഇപ്പൊ ചെടികൾ അങ്ങോട്ട് വന്നിട്ട് എടുത്തോണ്ട് പോയി. അത് കണ്ടവരെല്ലാവരും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ സമയം രാത്രി. ലേഡീസിന്റെ കൂടെ എറിക്കു ടെന്റിൽ നിൽക്കുകയാണ്. അതിനിടയിൽ അവനൊരു ഫോണൊക്കെ എടുത്ത് നോക്കി. എന്നാൽ ഇപ്പോഴും അതിൽ റേഞ്ച് കാണിക്കുന്നില്ല. ഈ സമയത്താണ് സ്റ്റേസി ഒരു കാര്യം പറയുന്നത്. നേരത്തെ എന്റെ ശരീരത്തിലേക്ക് ആ ചെടികൾ കയറിയപ്പം എർക്ക് നീ അതിനെ മൊത്തത്തിലെടുത്ത് മാറ്റിയിട്ടില്ലായിരുന്നോ? അതിപ്പോഴും എന്റെ ശരീരത്തിലുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ അത് അവളുടെ ഒരു തോന്നലാവുന്ന കരുതിയിട്ട് അവരതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ സമയത്തിന് ജെഫ് ആണെങ്കിൽ ഇപ്പൊ പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. അവൻ നോക്കുമ്പോൾ ആ മായന്മാർ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അവൻ എങ്ങോട്ട് നടന്നാലും അവനെ ഫോളോ ചെയ്ത് വരികയാണ്. ഈ സമയം ഉറക്കം വരാത്തോണ്ട് എറിക്കൊപ്പം ആ ടെന്റിന്റെ വെളിയിലേക്ക് ഇറങ്ങി. അവന്റെ പുറകിൽ എമിയും വന്നു. എന്നിട്ട് എമി അവനോട് ചോദിക്കുന്നത്, അല്ല സ്റ്റേസി പറഞ്ഞതിന് ശരിയായിരിക്കോ അവളുടെ ശരീരത്തിനകത്ത് ആ ചെടികളുണ്ടെന്ന്? അത് മൂവ് ചെയ്യുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അവൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്നാണ് എമി ചോദിക്കുന്നത്. അദ്ദേഹം എറിക്ക് പറയുന്നത് അത് അവളുടെ തോന്നലാവുന്നതാണ്. ഈ സമയം എമി ഒരു കാര്യം കൂടെ ചോദിച്ചു, നിനക്ക് ഉറപ്പുണ്ടോ നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന്? അതേക്കുമ്പോൾ എനിക്ക് ഓരോ ഉറപ്പുമില്ല എമി. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടാലോ എന്നാണ്.
അവൻ അത് പറഞ്ഞപ്പോൾ എമി വല്ലാണ്ട് കരയാൻ തുടങ്ങി. ഈ സമയം എറിക്കാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചിങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. എന്നാൽ ഈ സമയം ടെന്റിനകത്ത് കിടക്കുന്ന സ്റ്റേസിയും പുറത്തുള്ള എമിയുടെ കരച്ചിൽ കേട്ടു. അവള് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ എറിക്ക് അവളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾ എന്താണ് ഇവിടെ സെറ്റപ്പ് എന്ന് ചോദിച്ചിട്ട് അവൾ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഞങ്ങൾ വെറുതെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞിട്ടൊന്നും അവൾ അടങ്ങുന്നില്ല. അവൾ പിന്നെയും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് ജെഫ് അങ്ങോട്ട് വന്നത്. ഈ സമയം സ്റ്റേസി ആണെങ്കിൽ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ എമിയെ കുറിച്ചിട്ടുള്ള വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് അന്ന് ആ ബീച്ചിൽ വെച്ച് നടന്നിട്ടില്ലായിരുന്നോ അവൾ ആ മത്യാസിനെ കിസ് ചെയ്തത്. ഇപ്പൊ സ്റ്റേസി പറയുന്നത് അന്ന് ഞാൻ അവളെ പിടിച്ച് മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ അവൾ മത്യാസിന്റെ കൂടെ അവന്റെ റൂമിലേക്ക് പോയെന്നാണ്. എന്നാൽ ഈ ബഹളങ്ങളൊക്കെ അവിടെ നടക്കുന്ന സമയം ഇവരറിയാതെ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ടായിരുന്നു. ആ ചെടികൾ വന്ന് അവിടെ കിടക്കുന്ന മത്യാസിനെ പിടിച്ചു. അതിപ്പോ അവന്റെ വായ്ക്കുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജെഫ് അത് കണ്ടു. അതിന് തുറന്ന് അവൻ വേഗം തന്നെ മത്യാസിന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്നിട്ട് പെട്ടെന്ന് ആ ചെടികളൊക്കെ എടുത്ത് മാറ്റുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും മത്യാസ് മരിച്ചു കഴിഞ്ഞിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ സ്റ്റേസിക്ക് ശരിക്കും പേടിയായി. ആ ചെടികൾ എന്റെ ശരീരത്തിലുണ്ട്, അത് എന്നെ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. എറിക്ക് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അടങ്ങുന്നില്ല. അവൾ അവന്റെ അടുത്ത് വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പം അവളൊന്ന് അടങ്ങി. എന്നാൽ ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അവൾ ആ ബഹളം വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ തുടങ്ങി. അവർ നോക്കുമ്പോൾ ആ ചുവന്ന പൂക്കൾ അവിടെ വിരിഞ്ഞു നിൽക്കുകയാണ്. ആ പൂക്കളാണ് സ്റ്റേസിയുടെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം കണ്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ നേരം വെളുത്തു. ജെഫ് എമിയും കൂടെ ഇപ്പൊ പടികളിലിരിക്കുകയാണ്. അവർ താഴേക്ക് നോക്കുമ്പോൾ ആ മായന്മാര് അവിടെ ഇങ്ങനെ ഉപ്പ് വിതറുന്നുണ്ട്. അത് കാരണം ജെഫ് എമിയുടെ അടുത്ത് പറയുന്നത് ഈ ചെടികൾ കാരണം നമ്മൾ ഇൻഫെക്റ്റഡ് ആയി അത് നമ്മൾ പരത്തും എന്നാണ് ഇവന്മാര് വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവന്മാര് നമ്മളെ പുറത്തു വിടാത്തതാണ്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ എമി ചോദിക്കുന്നത്, അല്ല സ്റ്റേസി പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആ മത്യാസിന്റെ കൂടെ പോകുന്നൊക്കെ പറഞ്ഞത്. അതേക്കുമ്പോൾ നീ എന്തിനാണ് എമി ഇപ്പൊ അത് പറയുന്നത്? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ സമാധാനിപ്പിച്ചു. ഈ സമയത്താണ് എറിക്ക് വന്നിട്ട് അവർ വിളിക്കുന്നത്. അവനിപ്പോ അവരെ ടെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേസി പറഞ്ഞ കാര്യം സത്യമാണ്. അവളുടെ ശരീരത്തിൽ ആ വള്ളികൾ കയറിയിട്ടുണ്ട്. അതിപ്പോ അവളുടെ ശരീരത്തിന്റെ അകത്തൂടെ അങ്ങനെ എഴഞ്ഞു നടക്കുന്നത് അവളിപ്പോ അവർക്ക് കാണിച്ചു കൊടുത്തു. അത് ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ വേഗം അവരവളെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു കത്തി വെച്ചിട്ട് അവരവളുടെ ശരീരത്തിൽ നിന്ന് ആ വള്ളി തോണ്ടിയെടുത്തു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരിപ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം സ്റ്റേസി ആണെങ്കിൽ നല്ല കരച്ചിലാണ്. എന്റെ ശരീരത്തിൽ ഇപ്പോഴും അത് ബാക്കിയുണ്ട്, അതെന്റെ തലയ്ക്കകത്തുകൂടിക്ക് പോകുന്നു, എനിക്ക് തീരെ വേദന സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതൊക്കെ നിന്റെ തോന്നലാന്നും പറഞ്ഞിട്ട് അവരവിടെ സമാധാനിപ്പിച്ചു. മാത്രമല്ല എമി അവൾക്ക് കുടിക്കാൻ വേണ്ടി ഒരു കുപ്പി മദ്യവും കൊടുത്തു, അവക്കൊന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി. എന്നാൽ ആ മദ്യം കുടിക്കുന്ന സമയത്താണ് അവരെ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. സ്റ്റേസിയുടെ നെറ്റിയിലൂടെ ഒരു വള്ളി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നു. അപ്പോൾ അവൾ പറഞ്ഞത് സത്യമാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ തല വെട്ടി പൊളിക്കാനൊന്നും അവരെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ടെന്റിൽ ചെന്ന് ഉറങ്ങി. പക്ഷെ സ്റ്റേസി ഉറങ്ങുന്നില്ല. ബാക്കിയുള്ളവർ ഉറങ്ങിയെന്ന് കാണുമ്പോൾ അവൾ വേഗം വെളിയിലേക്ക് ഇറങ്ങി. അതിനുശേഷം അവിടെ മതിലിന്റെ അടുത്ത് കിടക്കുന്ന കത്തി എടുത്തു അവള്. ഈ സമയത്താണ് അവിടുത്തെ പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്നത്. നേരത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അവൾ നിലവിളിച്ചപ്പം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ശരീരത്തിൽ ഇനിയും ആ വള്ളികളുണ്ട്, എനിക്കതൊക്കെ കീറി നോക്കണമെന്ന്. എന്നാൽ ആരും അത് സമ്മതിക്കാതിരുന്നാണ്. നേരത്തെ അവള് പറഞ്ഞ അതേ ഡയലോഗാണ് ആ പൂക്കളൊക്കെ ഇപ്പോൾ വിളിച്ചു പറയുന്നത്, എനിക്കത് കീറി നോക്കണമെന്ന്. അതുകൊണ്ട് അവളിപ്പോൾ അത് കീറി നോക്കാൻ തീരുമാനിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന ബാക്കിയുള്ളവർ കണ്ടത് ആ ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ശരീരം മൊത്തം കീറി ചോരയെ ഒലിപ്പിച്ചുകൊണ്ട് സ്റ്റേസി അവിടെ നിൽക്കുന്നു. അവരിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പം അവരൊന്ന് നോക്കിയതിന് ശേഷം സ്റ്റേസി പിന്നെ അവളുടെ ശരീരം കീറാൻ തുടങ്ങി. ഈ സമയം അവളെ തടയാൻ വേണ്ടി എറിക്ക് അങ്ങോട്ട് വന്നു. എന്നാൽ അവൻ അവളുടെ ശരീരത്തിൽ തൊട്ടതും അവൾ തിരിഞ്ഞൊരൊറ്റ കുത്ത്. ആ കത്തി കറക്റ്റായിട്ട് അവന് നെഞ്ചിൽ തുളച്ചു കയറി. അതോടുകൂടെ അവൻ താഴേക്ക് വീണു. പക്ഷെ അത് അവൾ അറിയാണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എറിക്ക് അവിടെ വീണ് നടക്കുന്നുണ്ടപ്പം അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്ക് എറിക്ക് മരിച്ചു. മാത്രമല്ല ആ വള്ളികൾ വന്നിട്ട് അവനെ വലിക്കാനും തുടങ്ങി. ഇതും കൂടെ കാണുമ്പോൾ എനിക്കിനി വേദന സഹിക്കാൻ വയ്യ, നിങ്ങൾ എന്നെ കൂടെ ഒന്ന് കൊന്നതാ എന്നും പറഞ്ഞിട്ട് സ്റ്റേസി എമ്മിയുടെ മടിയിൽ കടന്ന് ഉറക്കെ നിലവിളിക്കാണ്. ഇനിയിപ്പോൾ അവളെ കൊല്ലാന്നല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. അതോട് ജെഫ് ചെന്ന് എറിക്കിന്റെ ശരീരത്തിൽ നിന്ന് ആ കത്തിയെടുത്തു. എന്നിട്ട് നേരെ അവൻ സ്റ്റേസിയുടെ അടുത്തേക്ക് നടക്കാണ്. ഇതേസമയം തന്നെ ടെമ്പിളിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ മായന്മാരും അതിന് മുകളിൽ താൻ നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട്. അവിടെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് അത് അവർ കേൾപ്പിക്കുന്നത്. പിന്നീട് അവർ കേൾക്കുന്ന ശബ്ദം എറിക്ക് ആ കത്തി വെച്ചിട്ട് സ്റ്റേസിയെ കുത്തുന്നതാണ്. അങ്ങനെ സ്റ്റേസിയുടെ പണി തീർത്തതിന് ശേഷം അവിടെ കിടക്കുന്ന ചോരയൊക്കെ ജെഫി പെമ്മിയുടെ ശരീരത്തിലേക്ക് തേച്ചു. അവരിപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അവരിപ്പോൾ അവളോട് പറയുന്നത്, ഈ പ്ലാൻ വർക്കൗട്ട് ആവോ എന്നൊന്നും എനിക്കറിയത്തില്ല, വർക്കൗട്ട് ആയാലും ഇല്ലെങ്കിലും ഞാൻ നിന്റെ പേര് വിളിക്കുന്ന സമയം നീ അവിടുന്ന് ഓടിക്കോണമെന്നാണ്. അവളത് സമ്മതിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ജെഫി എമ്മിയെ പൊക്കിയെടുത്ത് ആ പടികൾ ഇറങ്ങി. മരിച്ച പോലെയാണ് എമ്മി അവന്റെ കയ്യിൽ കിടക്കുന്നത്. അങ്ങനെ താഴേക്ക് എത്തിയതിനു ശേഷം അവൻ അവളെ നിലത്തേക്ക് വെച്ചു. ഈ സമയം മായന്മാരാണെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൾ അവിടെ വെച്ചതിന് ശേഷം അവൻ സൈഡിലേക്ക് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവൻ നടക്കുന്ന അതേ ദിശയിൽ മായന്മാരും നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് അവനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ആരെങ്കിലും പേരറിയോ? എന്നിട്ടാണോ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നത്? എന്തായാലും നിങ്ങൾ എന്നെ കൊല്ലാൻ പോവല്ലേ? അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ജെഫ്. ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആഗ്രഹമല്ല, അതെന്റെ സ്വപ്നമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറെ പഠിക്കുകയും ചെയ്തു. പക്ഷെ എനിക്കൊരു ഡോക്ടർ ആവാൻ പറ്റിയില്ല.
അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും ആ മായന്മാരിലൊരുത്തൻ അയാളുടെ അമ്പെടുത്തു. എന്നാൽ ഈ സമയം ജെഫ് സംസാരം നിർത്തുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇനി ഞാൻ അവളുടെ കാര്യം കൂടെ പറയാം, അവളുടെ പേര് നിങ്ങൾ അറിയണം എന്നും പറഞ്ഞിട്ട് അവൻ ഉറക്കെ എമീന്ന് വിളിച്ചു. അത് കേട്ടതും എമി അവിടുന്ന് ചാടി എഴുന്നിട്ട് ഒരൊറ്റ ഓട്ടം. പക്ഷെ അവൾ ഇപ്പോൾ ഓടിപ്പോയത് ആ മായന്മാരെ കാണുന്നില്ല. അവർ ഉടനെ തന്നെ ജെഫിന് നേരെ അമ്പയാണ്. ആ അമ്പേറ്റതും അവൻ താഴേക്ക് വീണു. ഈ സമയം എമി അവിടുന്ന് ഓടിപ്പോയത് കണ്ടപ്പം അവിടെ ഉണ്ടായിരുന്ന ലേഡീസ് ഒക്കെ വെള്ളം വെക്കാൻ തുടങ്ങി. അത് കണ്ടതും ആ മായന്മാരിപ്പം അവളെയും തേടി അവളുടെ പുറകിലോടുകയാണ്. എമി ആണെങ്കിൽ നിർത്താതെ ആ കാട്ടിലൂടെ മറ്റേ ജീപ്പിന്റെ അടുത്തേക്കാണ് ഓടുന്നത്. ഈ സമയം ആ അമ്പേറ്റത് കൊണ്ട് ജെഫ് നിലത്ത് കിടന്ന് ഇങ്ങനെ പെടയാണ്. അതിനിടയിൽ അവനെ പിടിക്കാൻ വേണ്ടി ആ വള്ളികൾ ഇങ്ങനെ അവന്റെ അടുത്തേക്ക് കഴിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്താണ് ആ തോക്ക് പിടിച്ചൻ ജെഫിന്റെ അടുത്തേക്ക് വന്നത്. ആ ചെടികൾ അവനെ പിടിക്കുമ്പോഴേക്കും അയാൾ അവന് നേരെ ഷൂട്ട് ചെയ്തു. ആ വെടിശബ്ദം കാട്ടിലോട്ട് ഓടുന്ന എമിയും കേട്ടു. അപ്പൊ ജെഫ് മരിച്ചു എന്ന കാര്യം അവർക്ക് ഉറപ്പായി. അതുകൊണ്ട് ഇനി ആരെയും അവൾക്ക് നോക്കാനില്ല. അങ്ങനെ വേഗം ഓടി അവൾ ആ ജീപ്പിലേക്ക് കയറി. എന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആദ്യം ഒന്നും അത് സ്റ്റാർട്ട് ആവുന്നില്ല. കാരണം കുറെ ദിവസമായി അത് അവിടെ ഓഫായി കിടക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും ആ മായന്മാരാണെങ്കിൽ അങ്ങോട്ട് എത്തുകയും ചെയ്തു. എന്നാൽ അവർ ആ ജീപ്പിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. എന്നിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടിച്ചു പോവാണ്. എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവൾക്കൊരു ഫീല്. അതെ, ആ മായന്മാരുടെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടെങ്കിലും മരണത്തിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. ആ വള്ളികൾ ഇപ്പൊ അവളുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട്. അതിങ്ങനെ എഴയുന്നത് അവളുടെ കണ്ണിന്റെ അടുത്തായിട്ട് കാണാം. ഇനി കാണിക്കുന്നത് ആ ദിമിത്രിയുടെ 2 ഫ്രണ്ട്സ് ആ മായൻ ടെമ്പിളിന്റെ അടുത്തേക്ക് വരുന്നതാണ്. അതിന് മുമ്പിലേക്ക് എത്തിയതിനു ശേഷം അവർ ദിമിത്രിയുടെ പേരിങ്ങനെ ഉറക്കെ വിളിച്ചു. എന്നാൽ എവിടെ നിന്നും അവന് മറുപടി കിട്ടുന്നില്ല. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.